ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. രക്തക്കുഴലിലെ ബ്ലോക്ക് ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. സാധാരണഗതിയിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞവരിലാണ് ഹാർട്ട് അറ്റാക്ക് പണ്ട് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 20-30 വയസ്സുള്ള ചെറുപ്പക്കാരിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. ഹൃദയാഘാതമോ സ്ട്രോക്കോ ഇല്ലെങ്കിൽ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് ഏതൊരു ഭാഗത്തും പ്രശ്നം ചെയ്യാം. ഇപ്പോൾ കണ്ണിനകത്ത് പ്രശ്നം ഉണ്ടാക്കാം, നമ്മുടെ വൃക്കകൾക്കകത്ത് പ്രോബ്ലം ഉണ്ടാക്കാം, കാലിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് കാരണം ഉണ്ടായിന്ന് വരാം. വികസിത രാജ്യങ്ങളിലെല്ലാം 1/3 മരണകാരകവും ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഒന്ന് പാരമ്പര്യമായിട്ട് വരാം. രണ്ടാമത്തത് അമിതമായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ ജങ്ക് ഫുഡ്സിൻ്റെയും ഈ മധുരവും റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സിൻ്റെയും ഉപയോഗം. നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മധുരം പോലെ ഇല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ബേക്കറി റിഫൈൻഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ തവിടരിക്ക് പകരം വെള്ളേരി പോലെ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ രക്തക്കുഴലിനകത്ത് നീർക്കെട്ടുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ രക്തക്കുഴൽ ഡിസീസിന്, ബ്ലഡ് വെസൽ ഡിസീസിന് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തത് പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ നമ്മൾ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നതിന് കാരണം തന്നെ ഇത് രക്തക്കുഴലിനകത്ത് ഇത്തരത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ഇതുകൂടാതെ വ്യായാമമില്ലാത്ത ജീവിത രീതി, ഉയർന്ന കൊളസ്ട്രോള്, ഉയർന്ന വണ്ണം, അത് ഈ ഒരു ടെൻഡൻസിയും കൂടാതെ അമിതമായിട്ടുള്ള ടെൻഷൻ, അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം, ഇതും നമുക്ക് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് വരാം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന അല്ലെങ്കിൽ ഹൃദയത്തിലെ രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടാകുന്ന 10 രോഗികളെ നോക്കിയാൽ അതിനകത്ത് 6 രോഗികളും അമിതമായി പുകവലി ശീലമുള്ളവരാണ്. തുടർച്ചയായി പുകവലിക്കുന്നവരിൽ ഇത്തരത്തിൽ രക്തക്കുഴലിനകത്ത് വളരെ പെട്ടെന്ന് കേടുപാടുകൾ ഉണ്ടായിന്ന് വരാം. ഒരിക്കൽ ഇത്തരത്തിൽ ഒരു സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം ഇത്തരക്കാർ ആ ഒരു രോഗികളായി മരുന്നും കഴിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഇത്തരം പൊല്ലാപ്പുകൾക്ക് പോകാതെ തന്നെ നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്കുകൾ ഉണ്ടാകാതെ ബ്ലഡ് വെസൽസിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു നാച്ചുറൽ ഒറ്റമൂലിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, നാച്ചുറൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ആണ് നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള ഇൻഫ്ലമേഷൻ മാറ്റി രക്തക്കുഴലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത്. സ്ത്രീകൾക്ക് ഒരു ദിവസം 70 മില്ലിഗ്രാമും പുരുഷന്മാർക്ക് ഏകദേശം 90 മില്ലിഗ്രാമും വൈറ്റമിൻ സി ദിവസവും ആവശ്യമുണ്ട്. ഒരു ദിവസം ഏകദേശം 150 മില്ലിഗ്രാമിന് മുകളിൽ വൈറ്റമിൻ സി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന ബ്ലഡ് വെസൽ ഡിസീസ് ടെൻഡൻസി ചെറുക്കാനും ഈ ബ്ലോക്കിനെ അലിയിച്ച് കളയാനുമുള്ള കഴിവ് ഉണ്ട്. ഇത് ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ നാച്ചുറൽ വൈറ്റമിൻ സി രക്തക്കുഴലിലെ ബ്ലോക്കിനെ ചെറുക്കുന്നതെന്ന് അറിയാവോ? ഏറ്റവും പ്രധാനമായിട്ട് രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ ചെറുക്കുന്നതിന് വൈറ്റമിൻ സി കഴിവുണ്ട്. രണ്ടാമത്തത്, ഈ നാച്ചുറൽ വൈറ്റമിൻ സി നമ്മൾ എടുക്കുന്നത് വൈറ്റമിൻ സിയെ മാത്രമായിട്ടല്ല, പലപ്പോഴും ആ ഒരു പഴമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണമായിട്ടാണ് കഴിക്കുന്നത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് രക്തത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ വലിയ തോതിൽ ചെറുക്കുന്നു. ഇതും നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാകുന്നതിനെ ചെറുക്കുന്നു. മൂന്നാമത്തത്, വൈറ്റമിൻ സി നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്ക് അമിതവണ്ണം വയ്ക്കുന്നതിന്, രക്തക്കുഴലിനകത്ത് ഈ ഒരുപാട് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതിന് എല്ലാം കാരണമാകുന്നത്. ഈ ഒരു പ്രശ്നം മറികടന്നിട്ട് നമുക്ക് ഈവൻ പ്രമേഹ രോഗത്തിനെ ചെറുക്കുന്നതിന് പോലും നമുക്ക് വൈറ്റമിൻ സി കഴിക്കുന്നത് നല്ലതാണ്. നാലാമത്തത്, നമ്മുടെ രക്തക്കുഴലിനകത്ത് കൊളാജൻ ഫോർമേഷന് വൈറ്റമിൻ സി സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രക്തക്കുഴലിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഫോർമേഷൻ വേണമെങ്കിൽ അവിടെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. കൊളാജൻ സിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി വളരെ പ്രധാനമായിട്ട് ആവശ്യമാണ്. നമ്മുടെ മുടി ഉണ്ടാകുന്നതിന്, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചുളിവെല്ലാം മാറ്റി സ്കിന്നിന് തിളക്കം കിട്ടണമെങ്കിലും വൈറ്റമിൻ സി വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള ഇത്തരത്തിലുള്ള ഈ ഉണ്ടാകുന്ന മുറിവുകളെ വളരെ പെട്ടെന്ന് വൈറ്റമിൻ സി ഉണക്കാനായിട്ട് സഹായിക്കും. അഞ്ചാമത്തത്, നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന ചെറിയ രക്തക്കട്ട ഫോർമേഷൻ, ക്ലോക്ക് ഫോർമേഷൻ ചെറുക്കുന്നതിന് നമുക്ക് വൈറ്റമിൻ സിക്ക് കഴിവുണ്ട്. ഇത്രയും ഗുണമുള്ള വൈറ്റമിൻ സി നാച്ചുറലായിട്ട് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാ മലയാളികളും ഓടിപ്പോയിട്ട് നാരങ്ങ ദിവസവും പിഴിഞ്ഞ് കുടിക്കാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 150 മില്ലിഗ്രാമിന് മുകളിൽ വൈറ്റമിൻ സി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം 3, 4, 5 നാരങ്ങ കഴിക്കേണ്ടി വരും. ഇത്രയും അളവിൽ നാരങ്ങ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഉയർന്ന അളവിൽ അസിഡിറ്റി ഉണ്ടാകുന്നതിനോ നെഞ്ചരിച്ചിൽ, അൾസർ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ, ഈ ഒരു ടെൻഡൻസി എല്ലാം ഉണ്ടായിന്ന് വരാം. കാരണം എന്തെന്നറിയോ? ഒരു 100 ഗ്രാം നാരങ്ങയ്ക്കകത്ത് ഏകദേശം 53 മില്ലിഗ്രാം മാത്രമാണ് വൈറ്റമിൻ സിയുടെ അളവ്. 100 ഗ്രാം നാരങ്ങ എന്ന് പറയുമ്പോൾ 3-4 നാരങ്ങ എടുക്കാനാണ് ഈ 100 ഗ്രാം വരുന്നത്. അപ്പോൾ
നമുക്ക് ആവശ്യമുള്ളത്ര വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ ഒരു ദിവസം എത്ര നാരങ്ങ കഴിക്കേണ്ടി വരും? 100 ഗ്രാം ഓറഞ്ച് എടുത്താൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയുടെ അളവ് 52 ഉള്ളൂ. അതായത് ദിവസവും നമുക്കൊരു 8-10 നാരങ്ങയും ഒരു 5-6 ഓറഞ്ചും കഴിക്കുക പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അതിന് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴം എന്ന് പറയുന്നത് പേരക്കയാണ്. 100 ഗ്രാം പേരക്കകത്ത് ഏകദേശം 230 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഭക്ഷണം എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ്. നമ്മുടെ നാട്ടിലുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലെല്ലാം തന്നെ പച്ച, ചുവപ്പ്, മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കം ഇന്ന് ലഭ്യമാണ്. 100 ഗ്രാം ക്യാപ്സിക്കത്തിനകത്ത് ഏകദേശം 243 മില്ലിഗ്രാമാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. എത്ര ഉയർന്ന അളവാണെന്ന് നോക്കി. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യത്തിന് വൈറ്റമിൻ സി ലഭിക്കുന്നതിന് പ്രത്യേകിച്ച് നെഞ്ചരിച്ചിലോ സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാക്കാത്ത പേരക്കയും ക്യാപ്സിക്കവും കഴിച്ചാൽ മതിയാവും. ഇവ കഴിക്കുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം, ഇപ്പോൾ 11 മണി, രാവിലെ 11 മണിക്കോ വൈകിട്ട് 4 മണിക്കോ നിങ്ങൾ അധികം പഴുക്കാത്ത ഒരു പേരക്കയും നിങ്ങൾ ഒരു ക്യാപ്സിക്കവും എടുക്കുക. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് നിങ്ങൾക്ക് സാലഡ് ഫോമിൽ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതോടൊപ്പം നിങ്ങൾക്ക് പേരക്കയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം പച്ചയ്ക്ക് കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ആവിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞിരുന്നാൽ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇവ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ചേർത്തിട്ടോ ഇല്ലെങ്കിൽ സാലഡ് ഫോമിലോ കഴിക്കാൻ സാധിക്കും. ഇതോടൊപ്പം പേരക്കയും കഴിക്കാം. ദിവസമോ ഇല്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസമോ നിങ്ങൾ ഈ പേരക്കയും ക്യാപ്സിക്കവും ഓരോന്ന് വീതം കഴിച്ചു നോക്കി നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന ബ്ലോക്ക് ടെൻഡൻസി നമുക്ക് വളരെ പെട്ടെന്ന് മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം റെഗുലർ ആയിട്ടുള്ള വ്യായാമം, നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കുക, അതോടൊപ്പം നിങ്ങൾ പുകവലിശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, സുഖകരമായിട്ടുള്ള ഉറക്കം, ടെൻഷനും കുറച്ചുള്ള ജീവിത രീതി, ഉപ്പിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നാച്ചുറൽ ഫുഡ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും മീനും, അതായത് ചിക്കനും മീനും എല്ലാം തന്നെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് വരുന്ന ടെൻഡൻസിയെ ഒഴിവാക്കി രക്തക്കുഴലിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയും ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. രക്തക്കുഴലിലെ ബ്ലോക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഈ നാച്ചുറൽ ഭക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങൾ എടുക്കുന്ന ഈ രക്തക്കുഴലിലെ ചികിത്സയ്ക്ക് പകരമല്ല. പലരും ഈ രക്തക്കുഴലിലെ ബ്ലോക്കിന് എക്കോസ്പിരിന്, ക്ലോപ്പിലെറ്റ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നതോ ഇല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി ഡോക്ടർമാര് സർജറി പറഞ്ഞിട്ടുള്ള ആൾക്കാർ വേണ്ട, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പേരക്കയും ഈ ഒരു ക്യാപ്സിക്കവും കഴിച്ച് ഞാൻ എൻ്റെ രക്തക്കുഴലിൽ ശരിയായിക്കോളാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഡോക്ടർമാർ പറയുന്ന ചികിത്സയ്ക്ക് പകരമായിട്ട് ഒരിക്കലും ഈ നാച്ചുറൽ ഒറ്റമൂലികൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ടെൻഡൻസിയെ മാറ്റിയെടുക്കുന്നതിനാണ് ഡെഫിനറ്റ്ലി ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ ചെറുക്കുന്നതിന് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ ഒറ്റമൂലികൾ സഹായിക്കും. നിങ്ങൾ ചെറുപ്പക്കാരാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ 2 പഴങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ പേരക്കയും ക്യാപ്സിക്കവും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഒന്ന് കഴിച്ചു പോകുന്നത് വളരെയധികം നല്ലതായിരിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.